ഞാൻ പോവാ ഇവിടെ അല്ല ഞാൻ കൊലയം വന്നിട്ട് കൊറേ വിളിച്ച് എവിടെ പോയിക്കാ എന്നോട് പറയാ ബാബാ ചെക്ക രാവിലെ തുടങ്ങി മാറ്റിയിരിക്കലാണ് ഇന്ന് ബിസു അല്ലേ ബിസുവിനെ വിളിച്ചിട്ട് പ്രകാശം വിളിക്കും കാച്ചപ്പം വിളിക്കും ബാബു വിളിക്കും അറിഞ്ഞിട്ട് ചെക്ക എന്നോട് പറയാ ചോറിന്റെ വറ്റുകൂടി തിന്നിട്ടില്ല ചെക്കനാ പഠിക്കഞ്ച് കണ്ടില്ല അതാ മൂച്ചിലോട്ട് അടക്കണു ഞാൻ പറഞ്ഞു മോനെ അങ്ങോട്ട് പോരെ സമയം കഴിഞ്ഞിരിക്കണ് ഇല്ല അമ്മ എന്നെ ഒരു വിളിക്കും ഉമ്മ എന്നെ ഒരു വിളിക്കും എന്നിട്ട് അവിടെ പോയിട്ടുണ്ട് വിളിച്ചില്ല ആരെത്ര ആയി വിളിച്ചിട്ടില്ല ചെക്കൻ ഇപ്പൊ വിളിക്കും ഞാൻ ചെക്കനോട് പറഞ്ഞു മറ്റേത് അടുത്തുകൂടെ പൈപ്പ് പോകാൻ പറ്റില്ല അപ്പൊ അതിന് പൈച്ചിട്ട് വണ്ടി വരെ ചെക്കനാ തോനെ തിന്നാച്ചിട്ട് ഒന്നും തിന്നായിട്ടോലെ വിളിച്ചിട്ടില്ല അവരെ കണ്ടില്ല അവിടെ പോയേക്ക് അവിടെ പോയി അവിടെ ഉണ്ടാ അവിടെ കാത്തുകിട്ടടാ ഞാൻ പോയോട്ടെ കാത്തുക്ക് ചെക്കനോട് പറഞ്ഞ മനസ്സിലാക്കണം നേരെത്ര ആയടാ സമയം സമയം 4 മണി കഴിഞ്ഞില്ലേ നീ എപ്പ വിളിക്കാനാ എന്നോട് പോലെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ബിസുവാണ് ഞാൻ നാളെ ചോറ് കഴിക്കാൻ പോകും പ്രകാശത്തിന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പാസ്വേഡിന്റെ അടുത്ത് ചായ അടിക്കാൻ പോകും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ഇന്നേക്ക് ഒരാളും വന്ന് ചക്കയെ വിളിച്ചിട്ടില്ല അവിടെ പോയ ചേട്ടാ കുഞ്ഞാപ്പൂനെ വേണ്ട ഞാൻ തന്നെയാണ് കുഞ്ഞാപ്പു ആജിന്റെ കളിയാക്കി എന്താ കുഞ്ഞാപ്പു അല്ലല്ലോ കളിയാക്കിയല്ല കുഞ്ഞാപ്പു ആ സുന്ദരനായിട്ട് എല്ലാവരും ഞാൻ സുന്ദരൻ തന്നെയാണ് എന്താ ഇതുപോലെ മനസ്സിലായിട്ട് ചോദിക്കാണ് ഇന്ന് ബിസു അല്ലേ അപ്പൊ ബിസുവിന് ഞാൻ കൊറേ നേരം വിളിക്കാൻ പറ്റി കാത്തിരിക്കുകയാണ് ആര് പ്രകാശേട്ടൻ വാസുവേട്ടൻ ഇവരൊക്കെ എന്നെ വിളിക്കാൻ വരും കഴിഞ്ഞാലും വന്ന് കഴിഞ്ഞ വിഷുവിന് വന്നിട്ട് ഓണത്തിന് വന്നിട്ട് ഞാന് ചോറ് കഴിച്ച് എല്ലാം തിന്ന് ഇമ്മാക്ക് കൊണ്ടുനടക്കും ചെയ്ത് ഇപ്രാവശ്യം ഒരു വിളിക്കാൻ വരുന്നില്ല അത് ശരി അത് കാത്തിക്ക കൊറേ കാത്തിക്ക് തുടങ്ങിട്ട് എപ്പോ വന്നൊക്കെ തുടങ്ങിയാണ് രാവിലെ വന്നിട്ട് ഞാൻ പെരേ പോകും പിന്നെയും വരും എനിക്ക് തോന്നുന്നത് ഇന്റെ ഉമ്മ ഇല്ലേ ഉമ്മ പെരുന്നാക്ക് ഓരോ വിളിച്ചിട്ടില്ല പെരുന്നാക്ക് വിളിക്കായിട്ടാവും അതൊന്നും ആവൂല കുഞ്ഞാപ്പോ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വരാത്താവല്ലേ ഈ പെരുന്നാൾക്ക് വിളിക്കായിട്ടൊന്നും ആവൂല ഞാനിന്ന് വിഷുവിന് എന്താണ് പായസം ചോറൊക്കെ തിന്നാച്ചിട്ട് ഞാനിങ്ങനെ ഉമ്മാനോട് ഇന്നലെ പറഞ്ഞു ഞാന് അവിടെ പോയിരുന്നു കുഞ്ഞാപ്പോ ഉമ്മാനോട് പറഞ്ഞു പായസം ചോറൊക്കെ തിന്നാന്ന് എന്നിട്ട് ഓരിന്നെ വിളിക്കാൻ വരുന്നില്ല ഞാൻ പാൻറ്റൊക്കെ ഇട്ട് സുന്ദരനായി നിൽക്കണ്ടില്ലേ കണ്ട് എന്റെ ഉമ്മാനോട് ചോദിച്ചോക്ക് ഉമ്മാന്റെ അടുത്ത് ഞാൻ പോയിക്കണ നേരത്തെ പോയി അപ്പൊ ഞാൻ കണ്ടില്ല എന്താ പറഞ്ഞ് ഉമ്മ പറഞ്ഞു കുഞ്ഞമ്മതൊക്കെ പറഞ്ഞു കുഞ്ഞാപ്പിന് ഉമ്മാനോട് ചോദിക്കണം എന്താ കാരണം എന്ന് അറിയണല്ലോ പോവാ ഉമ്മ എന്നോട് അറിയാം ഉമ്മ ഒരു പെരുന്നാക്ക് വിളിച്ചിട്ടില്ല പെരുന്നാക്ക് വിളിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് തോന്നുന്നു ഓര് വരാത്തത് അതൊന്നും ആവൂല അതന്നെയാണ് അതാവാതെ ഉമ്മാന് വാക്കുമ്മാന് ചോദിച്ചാട്ട് എന്താ ചോദിക്കാനുള്ളത് കുഞ്ഞാപ്പോ എന്താ വിളിക്കാത്തെന്ന് ചോദിക്ക് അത് നമുക്ക് ചോദിക്കാം ഒരു കുഞ്ഞാപ്പ് എന്തെങ്കിലും തിന്നിക്കണാ ഞാൻ രാവിലെ കാത്തു ചായന്റെ വെള്ളം കൂടിയും കുടിച്ചിട്ടില്ല പായസവും അതൊക്കെ കുടിക്കാച്ചിട്ട് ഉമ്മാര് കൊറേ നേരത്തെ വിളിച്ചു 4 മണി നേരം അങ്ങോട്ട് പോരടഞ്ഞ് ഒരു വരൂലെന്ന് 4 മണി കഴിഞ്ഞല്ലോ ചെലപ്പോ ഇനി വന്നാലോ ഇനി വരുമോ ഓർക്ക് ഓലേതായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടാവില്ല തിരക്കൊക്കെ ഉണ്ടാവില്ല കുഞ്ഞാപ്പോ അടുത്ത വിഷുവിനൊക്കെ നോക്കാം നോക്കല്ലേ കുഞ്ഞാപ്പൂ ഇനി പെരേ പോയിക്കോ അവിടെ ഇപ്പൊ ഞാൻ വന്ന് പറയണം അമ്മാനോട് ഒന്ന് പറയേ എന്താ വിളിക്കാത്തെന്ന് ചോദിക്കണല്ലോ വിളിക്കാത്ത കാരണല്ല ഒരു അതൊന്നും ആവില്ല എന്നാലും ഞാൻ വന്നിട്ട് പോയിക്കോ ഞാൻ ഇവിടെ നിൽക്കാം ഉമ്മാന് പോയി ചോദിച്ചു വാ ചോദിച്ചിട്ട് പോരെ ഞാൻ പോയിട്ട് ചോദിച്ചു വരല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്ന കുഞ്ഞാപ്പൂ ഇടന്നോ ചിലപ്പോ ഒരു വന്നാ ഞാൻ പോകൂട്ടാ വന്നാ എനിക്ക് ഇന്നെ കാണാൻ പറ്റൂല വന്നാ പോവോ ഒരു വന്നാ ചിലപ്പം പോകും ഞാൻ എങ്ങനെയുണ്ട് പുതിയ കുപ്പായം തട്ടൊന്നും കുഴപ്പമില്ല വെയില് വല്ലാതെ കൊള്ളണ്ട കുഞ്ഞാപ്പോ വെയിലിപ്പോ ഇല്ല എന്നാലും പറയാണ് ആയിക്കോട്ടെ ഞാൻ ചിലപ്പോ ഒരു വന്നാ പോകട്ടെ പോയിക്കോ തതാ കുഞ്ഞാപ്പിനെ കണ്ട് അവിടെ ഉണ്ട് ഓൻ പറഞ്ഞേ പെരുന്നാൾക്ക് ഓലെ വിളിക്കായിട്ടാവും ഇന്നെ വിളിക്കാത്തതെന്നാ പറഞ്ഞത് എന്നോട് പറയാം ബാബാ ഞാൻ ഓൻ കൊറേ പറഞ്ഞു ഇമ്മ പെരുന്നാളല്ലേ ഓരെ വിളിക്കാന്ന് എന്നോട് പറയാം പെരുന്നാൾ അടുപ്പിച്ചിട്ട് പനി പിടിച്ച്
എനിക്കൊന്നും പോവാൻ പറ്റില്ല. ആ ഒരാള് രണ്ടാളല്ലല്ലോ, കജ്ജില് കായ് വേണ്ടേ. അത് പോണം. ഓരെ വിളിച്ചില്ല. ആ ചെക്കൻ പറയാ ഓങ്ങളെ ഓരെ വിളിക്കാത്ത കാരണാവും ഓരിന് വിഷുവിന് വിളിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ആ എന്നോട് പറ ചെക്കൻ ഒരു സുഖം കരുതി തന്നില്ല. എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞത്. ആ ഓനക്ക് അറിയില്ലല്ലോ. ആ ഓനക്ക് കുറെ വയറ് നാട്ടി തിന്നണം, നടക്കണം, കുറെ കിടന്നുറങ്ങണം. ആ ഒരു ചിന്ത മാത്രം. പക്ഷെ എങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്കറിയോ. എല്ലാരും ചെയ്ത് ഇങ്ങനൊക്കെ തന്നെയാണ് താത്ത. ആ എന്നായിക്കോട്ടെ. ആകോട് ശരിയായിക്കോളും. ഓല് വിളിച്ചില്ലാച്ചിട്ടേ കുഞ്ഞാപ്പിയോട് ഒന്നും തോന്നണ്ടെന്ന് ഞാൻ പറഞ്ഞിക്കണ്. ആദ്യം ഒന്നും പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോണ്ട് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞോണ്ട്.